അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇന്നലെയൊക്കെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു SSCൻ്റെ സെൽഫ് സ്ലോട്ട് സെലക്ഷൻ 15-ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ 16-ാം തീയതി വൈകുന്നേരം മാത്രമേ സ്റ്റാർട്ട് ചെയ്യും. ഏകദേശം അങ്ങനെ ആയിരിക്കും ചെയ്യാൻ സാധ്യത എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്യുന്ന ഉറപ്പല്ല പറഞ്ഞത്, സാധ്യതയാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു പോസിബിലിറ്റി പോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സെൽഫ് സ്ലോട്ട് സെലക്ഷൻ ബൈ ദി കാൻഡിഡേറ്റ് ഫോർ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ. അത് നമ്മുടെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫിനെയാണ് കേട്ടോ പറയുന്നത്. നിങ്ങൾ കാണാൻ സാധിക്കും മൾട്ടി ടാസ്കിങ് സ്റ്റാഫ്, നോൺ ടെക്നിക്കൽ, അതുപോലെ തന്നെ ഹവിൽദാർ പോസ്റ്റിനെയാണ് പറയുന്നത്. 2025 എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിന് നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള PDF മെറ്റീരിയൽ, പ്രധാനമായിട്ട് ഇതിൽ GK എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പോൾ 2000 GK നമ്മുടെ SSCൻ്റെ പുതിയ ഒരു പാറ്റേൺ വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 2000 GK നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നതാണ്. അതായത് ചോദിക്കാൻ സാധ്യതയുള്ള ഹൈലി പ്രോബബിലിറ്റി ഉള്ള ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. 2000 GK മലയാളത്തിലാണ് വരുന്നത്. താല്പര്യമുള്ളവർക്ക് അത് വാങ്ങാം. പിന്നെ അതുപോലെ തന്നെ ഇതിന് SSC MTSന് മാത്രം പഠിക്കാൻ ആവശ്യമായിട്ടുള്ള PDF മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ അത് ഇംഗ്ലീഷിലാണ് കേട്ടോ വരുന്നത്. അത് താല്പര്യമുള്ളവർക്ക് അതും വാങ്ങാം. രണ്ടും വേണമെന്നുണ്ടെങ്കിൽ രണ്ടും വാങ്ങാം, അല്ല ഒന്ന് മാത്രം വാങ്ങിയാലും മതി. GK വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഹവിൽദാറിനെന്ന് ശ്രദ്ധിച്ചിരിക്കുക. MTSന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫസ്റ്റ് സ്റ്റേജിൽ വരുന്ന നിങ്ങളുടെ മാത്സും റീസണിങ്ങും നിങ്ങളുടെ റാങ്കിനെ നിർണ്ണയിക്കാനായിട്ട് വെക്കുന്നതല്ല. റാങ്ക് നിർണ്ണയിക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതായത് അതിന് മൈനസ് മാർക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. റാങ്ക് നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ GKക്കും അതുപോലെ തന്നെ ഇംഗ്ലീഷിലുമുള്ള വെയിറ്റേജിനനുസരിച്ചിട്ടാണ്. ആരാണ് കൂടുതൽ GKക്ക് വെയിറ്റേജ്, ഒരു 2 പേര് ഒരുമിച്ച് മാർക്ക് വാങ്ങിയിട്ട് ഒരേപോലെ മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ GKയിൽ ആരാണോ കൂടുതൽ മാർക്ക് വാങ്ങുന്നത് അവരെ ആയിരിക്കും, അതായത് ആ ഒരു വ്യക്തിയായിരിക്കും കൂടുതൽ പരിഗണിക്കാനുള്ള സാധ്യത. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നോട്ടിഫിക്കേഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. എന്തായാലും സെൽഫ് സ്ലോട്ട് സെലക്ഷൻ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുകയാണ്. അതെങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ അതിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ SSC GD കോൺസ്റ്റബിളിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യാം കേട്ടോ. അതിൻ്റെ കട്ട് ഓഫ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ മുമ്പോട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതെങ്ങനെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്ഡേറ്റ് നമുക്ക് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കി നോക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യേണ്ട ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 16/1/2026 മുതൽ, ഇന്ന് മുതൽ ഏകദേശം 25/1/2026 വരെ, ഈ ഒരു ഡേറ്റ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെൽഫ് സ്ലോട്ട് സെലക്ഷൻ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ സിറ്റി ലൈവ് ആകാൻ പോകുന്നത് 30/1/2026 എവിടെയാണ് പരീക്ഷ നടക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അഡ്മിറ്റ് കാർഡ്, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. അഡ്മിറ്റ് കാർഡ് 4 ദിവസം മുമ്പൊക്കെ പണ്ട് വരുന്നതായിട്ട് ഒരുപാട് പേര് എനിക്കിത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പാനിക്കായി നോക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എക്സാമിനേഷൻ്റെ ഇത് കാൻഡിഡേറ്റ് വിൽ ബി ജനറേറ്റഡ് 2 to 3 days ആണ് പറഞ്ഞിട്ടുള്ളത്. അത് പറയുന്നത് എക്സാമിനേഷൻ്റെ, അതായത് അഡ്മിഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അത് 2 മുതൽ 3 ദിവസത്തിൻ്റെ ഇടയിലാണ് അത് ലഭിക്കുക എന്ന് പറയുന്നുണ്ട്. അതായത് എക്സാം ഇപ്പോൾ നടക്കുന്നത് 4-ാം തീയതി ആണെങ്കിൽ ചിലപ്പോൾ അത് ലഭിക്കുന്നത് 2-ാം തീയതി ആയിരിക്കും. നിങ്ങളുടെ എക്സാം ഡേറ്റ് നിങ്ങൾ എപ്പോഴാണ് സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ ബേസിൽ 2-ാം തീയതി ആയിരിക്കും ലഭിക്കുക. ചിലപ്പോൾ 3-നും ലഭിക്കുക. ഒരു ദിവസം മുമ്പൊക്കെ പലർക്കും അങ്ങനെ, ചിലവർക്ക്, എല്ലാവർക്കും അല്ല, ചിലർക്ക് അങ്ങനെ ലഭിച്ചതായിട്ട് കണ്ടിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ പാനിക്കാവേണ്ട. നിങ്ങൾക്ക് 4-നാണ് പരീക്ഷ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷാ സെൻറ്റർ എവിടെയാണ്, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്, ഏത് സ്ഥലത്ത് ഏത് സിറ്റിയിലാണെന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് മുമ്പേ മനസ്സിലാക്കാൻ സാധിക്കും. 30-ാം തീയതിയെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിനേഷൻ്റെ 1-2 ദിവസം മുമ്പ് മാത്രമേ നമുക്ക് ഏകദേശം, ഇവിടെ 3 പറയുന്നുണ്ടെങ്കിലും 1-2 ദിവസം മുമ്പാണ് മെജോറിറ്റി ഓഫ് ടൈമിലും അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്ത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിന് നിങ്ങൾ പാനിക് ആവണ്ട എന്നും കൂടി ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. സോ ഈ ഒരു വീഡിയോൻ്റെ ഇടയിൽ ഇത്രയും ഞാൻ ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇതിൽ വറീഡ് ആവുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ അപ്ലൈ ചെയ്തൊരു പോസ്റ്റ് അതിൻ്റെ ഒരു അപ്ഡേറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല എന്നാണെങ്കിൽ നമ്മുടെ വീഡിയോ നല്ല രീതിയിലൊന്ന് വാച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും. ഇനി സെൽഫ് സ്ലോട്ട് സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും കൂടി നമുക്ക് നോക്കാം. ഇത് സെലക്ട് ചെയ്യാനായിട്ട് തിരികെ നമ്മൾ SSCൻ്റെ ഹോം പേജിൽ വരുന്നു. രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ഇവിടെ കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്യുന്നു. രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുന്നു, പാസ്വേഡ് കൊടുക്കുന്നു, ഇവിടെ കാണുന്ന ക്യാപ്ച എൻ്റർ ചെയ്യുന്നു. എന്നിട്ട് സ്ലോട്ട് സെലക്ട് ചെയ്യുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത് കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും മൈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ നിന്ന് കുറച്ചുകൂടെ സ്ക്രോൾ ചെയ്താൽ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് എന്ന് പറയുന്ന പോസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള MTS കാണാൻ സാധിക്കും. സോ അതിൽ സെലക്ട് സിറ്റി എക്സാമിനേഷൻ ഡേറ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും പിന്നീട് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇവിടെയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് എന്ന് പറഞ്ഞിട്ട് പ്ലീസ് സെലക്ട് യുവർ പ്രിഫറൻസ് എക്സാമിനേഷൻ, ഒരു സെലക്ട് ചെയ്യാൻ പറയുന്ന കാര്യം. ഇവിടെ പറയുന്ന കൃത്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ വൺ സെലക്ടഡ് ആൻഡ് കൺഫേംഡ് യു വിൽ നോട്ട് ബി ഏബിൾ ടു ചേഞ്ച് ഇറ്റ്. അതായത് നമ്മൾ ഒരിക്കലും സെലക്ട് ചെയ്താൽ പിന്നീട് അത് മാറ്റാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് നമുക്കിവിടെ കാണിച്ചിട്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മൊത്തത്തിലൊരു മാറ്റം വന്നിട്ടുണ്ട്. സിറ്റി എക്സാമിനേഷൻ സെലക്ട് ചെയ്യുന്നതിൽ മൊത്തത്തിലൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ സെലക്ട് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാവുന്നതാണ്.
സോ ഇവിടെ പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് 3-4 ബ്ലോക്കുകളിലായിട്ടാണ് ഇപ്പോൾ നമുക്ക് സെൽഫ് സ്ലോട്ട് സെലക്ഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ എക്സാമിനേഷൻ ഡേറ്റ്, അതായത് ബ്ലോക്ക് 1, ബ്ലോക്ക് 3, ബ്ലോക്ക് 2, ബ്ലോക്ക് 3, ബ്ലോക്ക് 4 ഇങ്ങനെ ഓരോ ബ്ലോക്കുകളായിട്ടായിരിക്കും വരിക. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ബ്ലോക്ക് 2 എന്ന് പറയുമ്പോൾ ഒരു എൻഡും അല്ല മിഡിലും അല്ല സ്റ്റാർട്ടിങ്ങിന് ശേഷമുള്ള ബ്ലോക്ക് 1 ശേഷമുള്ള ഒരു ഡേറ്റുകളാണ് ഇവിടെ കണ്ടോ. 9-ാം തീയതിക്ക് ശേഷമുള്ളതാണ് ഇവിടെ വരുന്നത്. 9, 10, 11, 12, 13 ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുമ്പുള്ളത് അതായത് 4 മുതൽ 8 വരെയുള്ളത് ബ്ലോക്ക് 1 വരിക. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ നമുക്ക് ബ്ലോക്ക് 1 അല്ലെങ്കിൽ ബ്ലോക്ക് 3 വേറെ ഒന്നും കിട്ടുന്നില്ല. ബ്ലോക്ക് 2 മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അങ്ങനെ അവൈലബിൾ ആയി കഴിഞ്ഞാൽ അവിടെ മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഇവിടെ ബ്ലോക്ക് 2 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, 3 സെലക്ട് ചെയ്യാം. 1 ഉണ്ട്, 1 സെലക്ട് ചെയ്യാം. ചിലവർക്ക് 4 ആയിരിക്കും. അപ്പോൾ അത് സെലക്ട് ചെയ്യാം. അതൊരു ജോഗ്രഫിക്കൽ മീൻസ് നിങ്ങൾ മറ്റ് ജില്ലകൾക്കാണെങ്കിൽ ഓരോ ജില്ലകളുടെ വ്യത്യാസത്തിൽ അത് മാറാനുള്ള സാധ്യതയും മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് ഇത് സെലക്ട് ചെയ്തു. ബ്ലോക്ക് 1 ഇത് മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ അത് സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ വിത്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ കണ്ടിന്യൂ വിത്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും എവിടെയൊക്കെയാണ് നമുക്ക് പരീക്ഷാ സെൻറ്റർ ഉള്ളത് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കണ്ണൂർ എന്ന് പറയുന്നത് നോട്ട് അവൈലബിൾ ആയിട്ടാണ് കാണിക്കുന്നത്. കോഴിക്കോട് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ എറണാകുളം അവൈലബിൾ ആണ്. അങ്ങനെയാണ് ഇവിടെ ഡേറ്റ് കാണിക്കുന്നത്. 9 മുതൽ 13 വരെ ഉള്ളതാണ് പറയുന്നത്. ഇത് കണ്ണൂരുള്ളൊരു ഉദ്യോഗാർത്ഥിയാണ്. കണ്ണൂരുള്ളൊരു ഉദ്യോഗാർത്ഥിക്ക് അവിടെ സെൻറ്റർ ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കോഴിക്കോട് നിന്ന് സെലക്ട് ചെയ്യുന്നത്, അടുത്തുള്ള കോഴിക്കോടാണ് സെലക്ട് ചെയ്യുന്നത്. പിന്നീട് എറണാകുളം ഉണ്ട്, എറണാകുളം വേണ്ടിക്ക് എറണാകുളം വെക്കാം. അതിനുശേഷം എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. അത് സക്സസ് ആയി. ആ ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സക്സസ്ഫുള്ളി OTP സെൻഡ് ആയിട്ടുണ്ട്. ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ OTP വരും. ആ OTP എന്ത് ചെയ്യണം, ഇവിടെ എൻ്റർ ചെയ്യുന്നൊരു പ്രക്രിയയാണ് അടുത്ത് ചെയ്യേണ്ടത്. ആ OTP എൻ്റർ ചെയ്യുക, എന്നിട്ട് വാലിഡേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സമയം പോകുന്നുണ്ട്, ഞാനത് ചെയ്തിട്ട് വാലിഡേറ്റ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പ് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഞാനിപ്പോൾ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? ഇത്ര നേരമുള്ള കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ അത് എന്തായിരിക്കുകയാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും യുവർ സ്ലോട്ട് സെലക്ഷൻ ഈസ് ഓൾറെഡി കംപ്ലീറ്റഡ്, ഡീറ്റെയിൽ ആർ പ്രൊവൈഡഡ് ബിലോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഏത് ഡേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇവിടെ 1, 2, 3, 4 സ്റ്റെപ്പുകളുണ്ട്, അത്രയുണ്ട്. ഇനി ബാക്ക് ടു ഡാഷ്ബോർഡിലേക്കാണ് നമ്മൾ പോകേണ്ടത്. കൺഫർമേഷനാണ് ഈ ഒരു സ്റ്റേജിൽ വരുന്നത്. ഇത് ബാക്കൗട്ട് പോകുന്നൊരു സ്റ്റേജാണ്. നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്യാൻ പറ്റിയില്ല. 9 മുതൽ ഐ തിങ്ക് നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ, നിങ്ങൾ കണ്ടതാണല്ലോ, 13 വരെയാണെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും ഇവിടെ ഉദ്യോഗാർത്ഥിക്ക് ലഭിക്കുക എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. കോഴിക്കോടായിരിക്കും സെൻറ്റർ കിട്ടുക എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. ഇനി പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത്, ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഈ സെൽഫ് സ്ലോട്ട് സെലക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല. ഡെഫിനറ്റ് ആയിട്ട് പരീക്ഷ എഴുതാൻ പറ്റില്ല. അത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളിലേക്ക് ഇപ്പം തന്നെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ആരൊക്കെയാണോ ഇതിന് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് അവരിലേക്ക് ഷെയർ ചെയ്യുക. അതിന് മുമ്പ് നിങ്ങൾ കയറിയിട്ട് സെൽഫ് സ്ലോട്ട് ചെയ്യുക. കാരണം നിങ്ങൾ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴേക്ക് അവർ കയറി സെൽഫ് സ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ചിലപ്പോൾ നിങ്ങളുടെ ചാൻസ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ ആദ്യം നിങ്ങളൊന്ന് ശരിയായി നിന്നതിന് ശേഷം എന്ത് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം നിങ്ങൾക്കിപ്പം ഒരു എക്സാമ്പിൾ ഇവിടെ കണ്ണൂരില്ല, കണ്ണൂർ എന്ന് പറയുന്നത് സെൻട്രലായിട്ടാണ് കേട്ടോ. ഇത് ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്, സെൻട്രലില്ല. ഞാൻ വീഡിയോ ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് വരേണ്ട ഒരു സമയമുള്ളൂ. ഓക്കെ, അപ്പോൾ വന്ന ഉടനെ തന്നെ ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയതായി. നിങ്ങൾക്ക് കാണാൻ സാധിക്കും 9 മിനിറ്റിൻ്റെ മുകളിലൊരു വീഡിയോ ഇപ്പം തന്നെ ആയി. പിന്നെ ഇത് എഡിറ്റ് ചെയ്ത് വരുമ്പോഴേക്ക് അത്യാവശ്യം നല്ല സമയം എടുക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കണ്ണൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സെൻറ്ററില്ല. പിന്നെ അടുത്തുള്ള കോഴിക്കോടാണ്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്താകുമ്പോൾ എന്തായിരിക്കും, കോഴിക്കോട് തന്നെയായിരിക്കും വെക്കുക. കണ്ണൂരുള്ളൊരു സുഹൃത്താണ്, 2 പേര് 3, 4 പേര് ഇതൊക്കെ അറിയാം. എല്ലാവരും കോഴിക്കോട് എന്ന് പറയുന്ന സെൻറ്ററിലേക്ക് വെക്കും. അപ്പോൾ ഈ പറഞ്ഞു കൊടുത്ത സുഹൃത്തിന് എന്ത് ചെയ്യില്ല, അവിടെ കിട്ടില്ല. എന്ന് കരുതി പറഞ്ഞു കൊടുക്കരുതെന്നല്ല, പറഞ്ഞു കൊടുക്കണം. ആദ്യം നിങ്ങൾ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് പരീക്ഷ എഴുതണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ഇത് ചെയ്യണം. പിന്നീട് കുറച്ച് ലോങ് ഒക്കെ ആകുമ്പോൾ നിങ്ങളുടെ യാത്രാ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ പോയിട്ട് എക്സാം എഴുതിയിട്ട് വരുമ്പോഴേക്കും നിങ്ങൾ ടയേർഡാവും. അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക, എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഫർദർ സ്റ്റെപ്സ് ഒക്കെ എടുത്ത് വളരെ നന്നായിട്ട് തന്നെ പരീക്ഷ എഴുതുക എന്നുള്ളത് ഞാൻ പറയുകയാണ്. പിന്നെ പഠിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ PDF മെറ്റീരിയലും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കറണ്ട് അഫയേഴ്സ് നമ്മുടെ സൈറ ചെറിയ രീതിയിലാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നമ്മുടെ സൈറയുടെ ടെലിഗ്രാം ചാനൽ, യൂട്യൂബ് ചാനൽ, പിന്നെ ഇപ്പോൾ നമ്മുടെ വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിലൂടെയൊക്കെ ഷെയർ ചെയ്ത് വരുന്നുണ്ട്. അത് നിങ്ങൾ നല്ല രീതിയിൽ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമുള്ള മെറ്റീരിയലൊക്കെ താഴ്ന്ന് വാങ്ങാം. ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും. പരീക്ഷ എഴുതണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സെൽഫ് സ്ലോട്ട് സെലക്ഷൻ ചെയ്തിരിക്കണം. പിന്നെ ഫീഡ്ബാക്ക് അയക്കാം 28 വരെ, അതിനൊന്നും നിൽക്കണ്ട. സെൽഫ് സ്ലോട്ട് സെലക്ഷൻ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇതിൽ വേറെ ഒന്നുമില്ല. ഇവിടെ കംപ്ലീറ്റ് എന്ന് പറഞ്ഞ ടിക്കൊന്നുമില്ല. പക്ഷേ ഇത്രയേ ഉള്ളൂ. ഇനി ബാക്ക് ടു ഡാഷ്ബോർഡ് പോയാൽ മതി. ഇനി അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ ഇത് കൺഫേം ആയില്ലോ അന്നേരം നമുക്ക് അറിയാൻ പറ്റും. ബാക്കിയുള്ള സ്റ്റെപ്പൊക്കെ OTP വെരിഫിക്കേഷൻ വരെ സ്റ്റെപ്പുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട.